ഈശ്വര, ഭാഗ്യം, ആപത്തൊന്നുമില്ല. ഇതെങ്ങനെയാ ഈ ഡ്രസ്സൊക്കെ മാറിയത്? അമ്മ ഒന്നും മിണ്ടാതിരിക്കെ. ഇപ്പൊ ഇതാണോ വലിയ കാര്യം? മോനെ വേണ്ട. കുട്ടി കണ്ണു തുറന്നോളൂ. കുട്ടി തൊഴുത് പ്രാർത്ഥന മതിയാക്കിക്കോളൂ. മോളെ ചില പരീക്ഷണങ്ങൾ ഉണ്ടായല്ലേ? അതിപ്രധാനപ്പെട്ട ഒരു ആപത്ഘട്ടമാണ് കുട്ടി തരണം ചെയ്തത്. അത് നാഗപ്രീതിയുടെ സൂചനയാണ്. പൂജയുടെ തുടർച്ചയിൽ ഇതുപോലുള്ള ഘട്ടങ്ങൾ ഇനിയും വന്നേക്കാം. ഇതുപോലെ മനസ്സുറച്ചുള്ള പ്രാർത്ഥനയാണ് അതിന് പരിഹാരം. തിരുമേനി, ഗാഥയ്ക്ക് വീട്ടിലേക്ക് പോകാലല്ലേ? തീർച്ചയായും കൂട്ടിക്കൊണ്ടു പൊക്കോളൂ. ഗാഥ മോളെ വാ വാ. നിർമ്മലേ, കീർത്തി, വാ വാ. അല്ല, അപ്പൊ ഡ്രസ് അമ്മ ഇങ്ങ് വന്നേ. വല്ലാതെ പേടിച്ചു. കൂടെ ഇരുന്നവർ ഓടിയെത്തി പറഞ്ഞത് നാഗം മോളുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാ. നാഗങ്ങൾ ഈ ലോകത്തെല്ലാ ഭാഗത്തും ഉണ്ട്. പക്ഷേ എന്നും നമ്മളതിനെ കാണാറില്ലല്ലോ. ഉഗ്ര സർപ്പശാപമുള്ളൊരു സ്ഥലം. സർപ്പസാന്നിധ്യം അത്ര വിചിത്രമായൊരു സംഭവമൊന്നുമല്ല. പക്ഷേ സമാധാനിക്കാൻ വകയുണ്ട്. കാരണം പൂജയ്ക്കിരിക്കുന്ന പെൺകുട്ടി ഏകാഗ്രചിത്തയാണ്. ഈ പൂജ പൂർത്തിയാക്കി കളരിക്കൽ തറവാടിനെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ഒരു വ്രതമായി സ്വീകരിച്ചിരിക്കുന്നു. തിരുമേനി, ഇനി ഇതുപോലുള്ള അനുഭവങ്ങൾ ഇനി ഉണ്ടാകാതെ നോക്കാൻ അസാധ്യമാണ്. അനുഭവങ്ങൾ പലതും ഉണ്ടാവും. അടിയുറച്ച മനസ്സോടെ നേരിടുക എന്നത് മാത്രമാണ് പ്രതിവിധി.